കിട്ടിയ പണി നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ചിരിച്ചാകും. അമ്മാതിരി പണിയാണ്. 8ന്റെ പണി കിട്ടുക എന്ന് കേട്ടിട്ടുണ്ടോ? ഇതിലും വലിയ പണി സ്വപ്നങ്ങളിൽ മാത്രം. ആ രീതിയിലുള്ള പണിയാണ് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ജഡ്ജസ് പിണങ്ങിപ്പോകൽ അതിനുശേഷം അവർ ശക്തമായിട്ടുള്ളൊരു പണി കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. 12 കോണ്ടസ്റ്റൻസിനും. ജഡ്ജസിന് എല്ലാവരും തമ്മിൽ തല്ലണം. അതായത് പരസ്പരം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കാൻഡിഡേറ്റ്സിനെ അവർക്കിഷ്ടമല്ല. ഈ പറയുന്ന ജഡ്ജസ് എല്ലാവരും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചെന്നിട്ട് എങ്ങനെയാണ് അവിടെ നിന്നിരുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുകയും ഒറ്റക്ക് നിന്ന് കളിച്ചവരവിടെ ആരുമില്ല. പക്ഷേ ഇവിടെ അഗ്നി പരീക്ഷയിൽ അതല്ല സ്ഥിതി. പരസ്പരം ആരും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു സീസൺ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഹീറോ ആരാണ്, നിങ്ങളുടെ വില്ലൻ ആരാണ്, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരാണ്, നിങ്ങളുടെ എനിമി ആരാണ്. കണ്ടസ്റ്റൻസ് എല്ലാവരും അതിൽ തന്ത്രം പ്രയോഗിച്ചു. കാരണം പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫേവറിസം ആണെന്ന് തോന്നരുത്. അതുകൊണ്ട് ചില കാര്യങ്ങളെല്ലാം റാപ്പിഡായിട്ട് റാൻഡമായിട്ട് അവർ പലരെയും മാറ്റി മാറ്റി സെലക്ട് ചെയ്യുന്നുണ്ട്. ഒരു സമയം ഏറ്റവും നല്ല ഫ്രണ്ടാന്ന് പറയും, നെക്സ്റ്റ് ഡേ വന്നിട്ട് എൻ്റെ ഏറ്റവും വലിയ ശത്രുവാന്ന് പറയും. ഇങ്ങനെ മാറ്റി മാറ്റിക്കൊണ്ടിരിക്കും. അവർക്കാണ് ഏറ്റവും വലിയ പണി കിട്ടാൻ പോകുന്നത്. കിടിലൻ പണിയാണ് കിട്ടിയിരിക്കുന്നത്. പണി എന്താണെന്നല്ലേ, ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സിനെ തലയിൽ ചുമക്കുക. ഒറ്റ നോട്ടത്തിൽ അത് ചിന്തിക്കുമ്പോൾ അത്ര വലിയ പാടൊന്നുമില്ലല്ലോ എന്ന് നമുക്ക് തോന്നും. ഇതിൻ്റെ കോംപ്ലക്സിറ്റി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളെ മറ്റൊരാൾ ചുമക്കുക, കുറച്ച് കഴിഞ്ഞാൽ താഴെ നിൽക്കുന്ന ആൾ 2 കൈയും വിടുക, മുകളിലിരിക്കുന്ന ആളും 2 കൈയും വിടുക. അതായത് കഴുത്തിലൊക്കെ തൂങ്ങി കിടന്നു കഴിഞ്ഞാൽ കൈയൊക്കെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിലത്ത് വീഴും. ആകെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, കഴുത്തിൽ കയറിയിരിക്കുക. കഴുത്തൊടിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ്. ഇതിൽ ഷിബിന സെലക്ട് ചെയ്തിരിക്കുന്ന എൽദോനെയാണ്. ഷിബിനയാണ് എൽദോയുടെ കഴുത്തിൽ കയറിയിരിക്കുന്നത്. അതുപോലെ ലോലിതയ്ക്ക് കിട്ടിയിരിക്കുന്നത് ഷിജിനെയാണ്. ലോലിത സെലക്ട് ചെയ്തതാണ് അവർ പരസ്പരം. ഷിജിൻ്റെ കഴുത്തിൽ കയറിയിരിക്കുന്ന ലോലിതയാണ്. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം, സോനയ്ക്ക് പൂജയുടെ കഴുത്തിൽ കയറിയിരിക്കാനും പറ്റില്ല, പൂജയ്ക്ക് സോനയുടെയും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കൈ കൊണ്ടെടുത്ത് പൊക്കി പിടിച്ച് നിൽക്കാനായിട്ട് സോനയാണ് തയ്യാറാകുന്നത്. ഇതിൽ താഷി അഫിയാനാസ്, ഇതാണ് ഏറ്റവും രസകരമായ കോമ്പിനേഷൻ. താഷിക്ക് അഫിയാനാസിൻ്റെ അടുത്ത് പൊക്കാൻ പറ്റില്ല, കാരണം ബോഡി ഷെയ്മിംഗ് അല്ല, അഫിയാനാസിന് നല്ല വെയിറ്റ് കൂടുതലാണ്. അതുകൊണ്ട് അഫിയാനാസ് താഷി എടുത്ത് പൊക്കാൻ തീരുമാനിക്കുന്നു. കഴുത്തിലൊന്നും കയറിയിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു വിക്രം വേതാൾ സ്റ്റൈലിൽ വേതാളത്തിനെ പോലെ താഷി ഇങ്ങനെ അഫിയാനാസിൻ്റെ കഴുത്തിൽ കൈകൊണ്ട് പിടിച്ച് തൂങ്ങിക്കിടക്കുന്നുണ്ട്. അങ്ങനെ വളരെ വളരെ രസകരമായിട്ടുള്ള ചില കോമ്പിനേഷൻസ് കാണാൻ സാധിക്കുമായിരുന്നു. ഫുൾ കോമഡിയാണ്, 8ന്റെ പണിയുമാണ്. ഇത് കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് അനൗൺസ് ചെയ്യുന്നത്, മുകളിൽ കയറിയിരിക്കുന്ന ആൾക്കായിരിക്കും പ്രൈസ്, കഷ്ടപ്പെട്ട് ചുമന്ന് നിൽക്കുന്നവർക്ക് ഒന്നുമില്ല എന്ന്. ഇതറിയുമ്പോൾ തന്നെ പകുതി പേരും മുകളിലിരിക്കുന്ന ആളെ താഴെ ഇടുന്നുണ്ട്. എന്തിനാണ് ഞാനിത് കഷ്ടപ്പെട്ട് ഇത് മുഴുവൻ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. ഫുൾ കോമഡിയാണ്. എപ്പിസോഡ് ആരും മിസ്സാക്കണ്ട. നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും തീർച്ച. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തും. നമുക്ക് ഡിസ്കസ് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.